സ്നേഹസമ്പന്നരായ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. എൻ്റെ പേര് റവറൻ ജെ ആൻഡ്രൂസ്. ഞാൻ ദക്ഷിണ കേരള മഹായിടവയിൽ ഒരു പട്ടക്കാരനായി സേവനം അനുഷ്ഠിച്ചു വരുന്നു. എൻ്റെ സ്വന്തം നാട് തിരുവനന്തപുരം ജില്ലയിൽ കാഞ്ഞിരംകുളം ദേശത്ത് ചാണി എന്ന സ്ഥലത്താണ് ഞാൻ പാർക്കുന്നത്. എൻ്റെ മാതൃസഭ CSI ചാണി സഭയാണ്. ഏകദേശം 180 വർഷത്തിന് മുമ്പേ സ്ഥാപിക്കപ്പെട്ട സഭയാണ്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഈ സഭയിലെ അംഗങ്ങളാണ്. വിശ്വാസ സമൂഹമായിട്ട് ഇവിടെ വളർന്നു വരുന്നു. എൻ്റെ മാതാപിതാക്കളാണ് എന്നെ ഈ ശുശ്രൂഷയിലേക്ക് പ്രോത്സാഹിപ്പിച്ചത്. എൻ്റെ പിതാവിൻ്റെ പേര് ശ്രീ D. ജോസഫ് എന്നും അമ്മയുടെ പേര് ശ്രീമതി എസ്തർ ജോസഫ് എന്നുമാണ്. അമ്മ ചാണി സഭയിലെ ഡീക്കനസായിട്ട് 27 വർഷത്തോളം സേവനം അനുഷ്ഠിച്ചു. എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും സമർപ്പണവുമാണ് ഈ ശുശ്രൂഷയിലേക്ക് വരുവാൻ എന്നെ സഹായിച്ചത്. അതിന് മുമ്പായിട്ട് എൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം പറയുകയാണെങ്കിൽ ചാണി ദേവാലയത്തോട് ചേർന്ന് ഒരു LMS LP സ്കൂളുണ്ട്. അവിടെയാണ് എൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം നടത്തിയത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം കാഞ്ഞിരംകുളം PKS സത്യനേശൻ മെമ്മോറിയൽ ഹൈസ്കൂളിലാണ് നിർവഹിച്ചത്. തുടർന്ന് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ നിന്നും പ്രീ ഡിഗ്രി വിദ്യാഭ്യാസവും യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ഡിഗ്രി വിദ്യാഭ്യാസവും പൂർത്തിയാക്കി. തുടർന്ന് ഞാൻ മഹായിടവയുടെ ഒരു സഭാ ശുശ്രൂഷകനായി തീരുകയും എന്നെ BD വിദ്യാഭ്യാസത്തിനായിട്ട് കണ്ണമൂല വൈദിക സെമിനാരിയിലേക്ക് അയക്കുകയും ചെയ്തു. അങ്ങനെ വൈദിക വിദ്യാഭ്യാസം അവിടെ പൂർത്തീകരിക്കുകയും ചെയ്തു. തുടർന്ന് ഏകദേശം 42 വർഷക്കാലം മഹായിടവയുടെ വിവിധ ദേവാലയങ്ങളിൽ ഞാൻ ശുശ്രൂഷ ചെയ്തു. ഈ ശുശ്രൂഷയ്ക്ക് എന്നെ പ്രോത്സാഹിപ്പിച്ചത്, അതിന് കാരണമായിരിക്കുന്ന എൻ്റെ മാതാപിതാക്കളോടൊപ്പം തന്നെ ചാണി സഭയിലെ ശുശ്രൂഷകനായിരുന്ന റവറൻ ലീസ്റ്റർ എന്നുള്ള ഒരു പട്ടക്കാരൻ വളരെയധികം പ്രോത്സാഹനം എൻ്റെ മാതാപിതാക്കൾക്ക് നൽകി. ആ അച്ഛൻ ഞങ്ങളുടെ ദേവാലയത്തിലായിരിക്കുന്ന സമയത്ത് ഞാൻ ജനിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ പിതാവിനോട് പ്രധാനമായിട്ടും പറഞ്ഞത്, നിങ്ങളുടെ കുടുംബത്തിൽ ആൺമക്കളുണ്ടല്ലോ, ആരെയും തന്നെ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിട്ടില്ല. നിങ്ങളുടെ മക്കളെ ആരെങ്കിലും ഈ വിധത്തിൽ അയക്കണം എന്നുള്ള താല്പര്യം അച്ഛൻ എൻ്റെ പിതാവിനോട് പറയുകയുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ജനിച്ച സമയത്ത് എൻ്റെ മാതാപിതാക്കൾ എന്നെ ദൈവവേലയ്ക്കായിട്ട്, ദൈവിക ശുശ്രൂഷകൾക്കായിട്ട് സമർപ്പിച്ചത്. ആ സമർപ്പണം എനിക്ക് ലഭിച്ചതിനെ കുറിച്ച് എൻ്റെ മാതാപിതാക്കൾ എപ്പോഴും എന്നോട് പറയുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ചാണി സഭ എനിക്ക് ആവശ്യമായ എല്ലാവിധമായ പ്രോത്സാഹനവും നൽകി. എൻ്റെ ബാല്യകാലത്തിൽ ബാലസമാജത്തിലൂടെയും തുടർന്ന് സൺഡേ സ്കൂളിലൂടെയും യുവന പ്രസ്ഥാനത്തിലൂടെയും എനിക്ക് എല്ലാവിധമായ ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുവാനുള്ള പ്രോത്സാഹനം എൻ്റെ മാതൃസഭ നൽകി. അതോടൊപ്പം തന്നെ ഒരു ചെറിയ കാലഘട്ടം ഞങ്ങളുടെ പ്രദേശത്തുള്ള ചില ഭവനങ്ങളിൽ വെച്ച് സൺഡേ സ്കൂളുകൾ ആരംഭിക്കുവാനും ആ സൺഡേ സ്കൂളിലൂടെ ക്രിസ്തീയ വിദ്യാഭ്യാസം നടത്തുവാനും ദൈവം ഇടയാക്കി. അതിൽ ചിലതൊക്കെ പിന്നത്തെ ദേവാലയങ്ങളായിട്ട് രൂപാന്തരപ്പെടുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട്. 1980 എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം ആന്ധ്രാപ്രദേശിൽ എട്ടൂർ നാഗാരം എന്ന സ്ഥലത്ത് ഒരു വർഷക്കാലം മിഷൻ പ്രവർത്തനം ചെയ്യുവാനും ദൈവം എന്നെ ഇടയാക്കി. ഞങ്ങളുടെ മഹായിടവയിലെ വിവിധ ദേവാലയങ്ങളിൽ ഞാൻ ശുശ്രൂഷ ചെയ്തു. പ്രധാനമായിട്ടും ഇസ്മേനിപുരം, കൊറ്റാമം, അതോടൊപ്പം തന്നെ വട്ടപ്പാറ, ഈസ്റ്റാപുരം, കഴക്കൂട്ടം, മുട്ടട, കാവടിത്തലയ്ക്കൽ, മരുതൂർ, വെങ്ങാനൂർ, ബാലരാമപുരം, ഈ സഭകളിലെല്ലാം ശുശ്രൂഷ ചെയ്യുവാനുള്ള അവസരം ദൈവം എനിക്ക് ഒരുക്കുകയുണ്ടായി. പലവിധമായ പ്രതിസന്ധികളുടെ മധ്യത്തിലൂടെയും വിജയകരമായ വിധത്തിൽ ആ ഇടവകളിലെല്ലാം ശുശ്രൂഷ ചെയ്യുന്നതിന് ദൈവം ഇടയാക്കി. പല ദേവാലയങ്ങളും ഈ ദേവാലയങ്ങളുടെ പരിധിയിൽ സ്ഥാപിക്കാനും ദൈവം അവസരം നൽകി.
ഈ കാലഘട്ടത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു പുസ്തകം എഴുതുവാൻ ഉള്ള പ്രേരണ നൽകിയതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും വ്യക്തമാക്കട്ടെ. എൻ്റെ ചെറുപ്രായത്തിൽ ബാല്യകാലത്തിൽ എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞ പഴയകാല അനുഭവങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെ ചരിത്രം എന്നോട് പറയുക പതിവാണ്. മറ്റൊന്ന്, തമിഴ്നാട് വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ കലാപത്തിൽ ഒരുപാട് പേര് പോലീസ് മർദ്ദിക്കുകയും വെടിവെച്ച് വീഴ്ത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കലാപത്തെക്കുറിച്ചും പ്രശ്നത്തെക്കുറിച്ചും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് ചരിത്രത്തോട് ആഭിമുഖ്യം ഉണ്ടാക്കുവാൻ എന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന് പ്രധാനമായിട്ട് ഞാൻ ഓർമ്മിക്കുന്ന കാര്യമാണ്. രണ്ടാമത്, നമ്മുടെ മഹായിടവയിൽ നടന്ന സുവിശേഷ പ്രവർത്തനം എപ്രകാരമായിരുന്നുവെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അത് ആ സുവിശേഷ പ്രവർത്തനം മുഖാന്തരം ഈ ദേശത്തിനുണ്ടായ മാറ്റങ്ങൾ, പലവിധമായ അനുഗ്രഹങ്ങൾ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാക്കി. അതിന് പ്രധാന മുഖാന്തരമായി തീരുന്നത് കേരള യൂണിവേഴ്സിറ്റിയിൽ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഫസറായിരുന്ന RN യേശുദാസ്, അതോടൊപ്പം ദക്ഷിണ മഹായിടവയുടെ ബിഷപ്പായിരുന്ന മോസ്റ്റ് റവറൻ ഡോക്ടർ JW ഗ്ലാസ്റ്റൺ തിരുമേനി, ഇവർ എഴുതിയ പുസ്തകങ്ങളും ലേഖനങ്ങളും ഒക്കെ തന്നെ ഇവിടുത്തെ ജനത്തിൻ്റെ മാറ്റവും രൂപാന്തരവുമായിരുന്നു. ഒരു കാലത്ത് കുറച്ച് വളരെയധികം കഷ്ടപ്പാടുകളും അങ്ങനെ മാറ്റി നിർത്തലിൻ്റെ അനുഭവങ്ങളൊക്കെ ഈ ജനസമൂഹം അനുഭവിച്ചിട്ടുണ്ട്. ആ സമയത്താണ് നമ്മുടെ LMS മിഷണർമാർ നമ്മുടെ ദേശത്ത് വന്ന് സുവിശേഷം അറിയിച്ചത്. റിങ്കൽ ടോബെ എന്നുള്ള പ്രധാനപ്പെട്ട മിഷണറി കന്യാകുമാരിക്കടുത്തുള്ള മൈലാടി എന്നുള്ള പ്രദേശത്ത് വന്ന് സുവിശേഷ വേല ചെയ്യുകയും അദ്ദേഹത്തെ സഹായിക്കുവാനായി ഒരു വ്യക്തിയെ ദൈവം നൽകുകയും ചെയ്തു. റിങ്കൽ ടോബയെ സഹായിക്കുന്നതിന് വേണ്ടി കടന്നു വന്ന ഒരു വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കുന്നതിന് കഴിയും. അതോടൊപ്പം തന്നെ ആ സുവിശേഷ വേല മുഖാന്തരം ഏകദേശം 10ഓളം ദേവാലയങ്ങൾ കന്യാകുമാരി ജില്ലയിൽ സ്ഥാപിക്കുന്നതിനും ട്രിവാൻഡ്രത്തിനകത്തും ദേവാലയങ്ങൾ സ്ഥാപിക്കാനും ദൈവം സഹായിച്ചു. തുടർന്ന് വന്ന ചാൾസ് മീഡ്, ജോൺ കോക്സ്, പാർക്കർ തുടങ്ങിയ മിഷണർമാർ മുഖാന്തരം കന്യാകുമാരി മുതൽ മാർത്താണ്ഡം, നെയ്യൂർ, പാറശാല, നെയ്യാറ്റിൻകര, തിരുവനന്തപുരം, കലയാപുരം, ആറ്റിങ്ങൽ, കൊല്ലം, കുണ്ട്ര ഈ പ്രദേശങ്ങളിലെല്ലാം സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുകയും അവിടെയെല്ലാം ദേവാലയങ്ങൾ സ്ഥാപിക്കുകയും അവർ സ്ഥാപിച്ച ദേവാലയങ്ങൾ മുഴുവനും പള്ളിക്കുടങ്ങളായിട്ട് രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു. അക്ഷരവിദ്യയാണല്ലോ മനുഷ്യനെ വിജ്ഞാനികളാക്കി മാറ്റുന്നത്. അവരുടെ എല്ലാവിധമായ അന്ധവിശ്വാസങ്ങൾ മാറുന്നതിന് സഹായിക്കുന്നത് അക്ഷരജ്ഞാനമാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയ മിഷണർമാർ നമ്മുടെ പള്ളികളെല്ലാം പള്ളിക്കുടങ്ങളായിട്ടാണ് രൂപാന്തരപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ അവർ വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം തന്നെ അന്ന് ആരോഗ്യ മേഖലയിൽ ആരും തന്നെ ശരിയായിട്ടുള്ള ചികിത്സകൾ നൽകുകയില്ലായിരുന്നു. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു ചികിത്സയും ഒരു സ്ഥലത്ത് നിന്ന് ലഭിക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് പലരും അകാലത്തിലൊക്കെ മരിച്ചു പോകുന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് LMS മിഷന്മാർ തന്നെ മെഡിക്കൽ മിഷൻ രൂപപ്പെടുത്തുകയും അവർ നെയ്യൂർ കേന്ദ്രമാക്കി മെഡിക്കൽ മിഷൻ ആരംഭിച്ചു. തുടർന്ന് കാരക്കോണത്ത് ആരംഭിച്ചു, കഴക്കൂട്ടത്ത് ആരംഭിച്ചു, ആറ്റിങ്ങലിൽ ആരംഭിച്ചു, കലയാപുരത്ത് ആരംഭിച്ചു, കുണ്ട്രയിൽ ആരംഭിച്ചു. അതെല്ലാം ഇന്നും മിഷന്മാർ സ്ഥാപിച്ചതായ ഈ ആശുപത്രികൾ ഇന്നും മിഷൻ ആശുപത്രികളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അതിൽ കാരക്കോണം ഹോസ്പിറ്റൽ ഒരു മെഡിക്കൽ കോളേജായിട്ട് പിന്നത്തേൽ രൂപാന്തരം പ്രാപിക്കാൻ, അത് വളർന്നു വരുവാൻ തക്കവണ്ണം സാധിക്കുകയും ചെയ്തു. ഈ പ്രദേശം എല്ലാ വിധത്തിലും അവഗണിക്കപ്പെട്ട ഒരു പ്രദേശമായിരുന്നു. പ്രത്യേകിച്ച് തെക്കൻ തിരുവിതാംകൂർ പല വിധത്തിൽ അവഗണിക്കപ്പെട്ട പ്രദേശമായിരുന്നു. ജനങ്ങളെ ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ ഒക്കെ തന്നെ പല അയിത്തങ്ങൾ കൽപ്പിച്ച് മാറ്റി നിർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു വിഭാഗീയ മനോഭാവവും കൂടാതെ ഈ മിഷണർമാർ വന്ന് പള്ളികൾ അവരെ സുവിശേഷം അറിയിക്കുകയും ആ സുവിശേഷം അവർക്ക് ആശ്വാസത്തിൻ്റെ അനുഭവം, സമാധാനത്തിൻ്റെ അനുഭവം. പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു പുസ്തകം ദക്ഷിണ കേരള മഹായിടവക സഭാചരിത്രത്തിൽ എന്നുള്ള ഒരു പുസ്തകം
രചിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എൻ്റെ പിതാവ് നൽകിയ ഉത്തേജനം. മറ്റൊന്ന് നമ്മുടെ മഹായിടവയിലുള്ള ആർ എൻ യേശുദാസ് സാറ്, അഭിമന്യ ഗ്ലാസ്റ്റൻ തിരുമേനി ഇവരുടെയൊക്കെ ലേഖനങ്ങളും എഴുത്തുകളുമൊക്കെ പ്രചോദനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഈ തെക്കൻ തിരുവിതാംകൂറിൽ ഈ മിഷണർമാർ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്രകാരം ഒരു പുസ്തകം എഴുതുവാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. കാരണം കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ജനങ്ങൾക്ക് ഈ മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുള്ളൂ. അതുകൊണ്ട് ആഴമായ ഒരു പഠനവും അതോടൊപ്പം തന്നെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ എഴുതുകയും ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് ഈ പുസ്തകം ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ എഴുതിയ പുസ്തകത്തിൻ്റെ പേര് ദക്ഷിണ കേരള മഹായിടവക സഭാ ചരിത്രത്തിൽ എന്ന പുസ്തകമാണ്. സാധാരണക്കാർക്കും മനസ്സിലാകുന്ന രീതിയിൽ ആണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ പുസ്തകം അനേകർ വായിക്കുകയും നല്ല അഭിപ്രായം എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകം ഇപ്രകാരം ഈ ടെലിവിഷനിലൂടെ അത് പ്രചരിപ്പിക്കുന്നതിൽ നിങ്ങൾ കാണിച്ച താല്പര്യത്തിനും പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തട്ടെ. ഈ പുസ്തകം ഞാൻ എഴുതുന്നത് കൊറോണ കാലഘട്ടത്തിലാണ്. അപ്പോൾ സഭകളൊക്കെ ദേവാലയങ്ങളൊക്കെ അടഞ്ഞിരുന്ന സന്ദർഭത്തിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഈ വലിയ ആഗ്രഹത്തെ അപ്പോഴാണ് ഞാൻ ഈ എഴുത്ത് രൂപത്തിൽ ഒരു ചരിത്രപരമായിട്ട് എഴുതി ജനങ്ങളിലെത്തിക്കുവാനായിട്ട് ഞാൻ താല്പര്യം കാണിച്ചത്. ആദ്യത്തെ ഫസ്റ്റ് എഡിഷൻ അത് പൂർണ്ണമായി തീർന്നു. ഇത് സെക്കൻഡ് എഡിഷനാണ്. ഈ പുസ്തകത്തിൽ ഞാൻ പ്രധാനമായിട്ടും പ്രതിപാദിച്ചിരിക്കുന്നത് യേശു കർത്താവിൻ്റെ വരവിന് മുമ്പേ ഉള്ള ലോകത്തിലെ മതസാഹചര്യങ്ങളും വിശ്വാസപരമായ സാഹചര്യങ്ങളും ആണ് ആദ്യത്തെ ചാപ്റ്ററിൽ ഞാൻ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് അത് ലോകത്തിലാകമാനം ഉണ്ടായിരുന്ന ചിന്താഗതികളും അപ്രകാരമുള്ള മതപരമായ വിശ്വാസങ്ങളുമാണ് ആദ്യമായിട്ട് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തുടർന്ന് യേശുക്രിസ്തുവിൻ്റെ ജീവിതവും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുമാണ് അതിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. യേശുവിൻ്റെ ശിഷ്യന്മാർ പലരും പലവിധമായ പീഡനങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിച്ചത് മുഖാന്തരം അവർ വളരെയധികം വെല്ലുവിളികൾ അഭിമുഖീകരിച്ചവരാണ്. പലരും അകാലത്തിലാണ് നിര്യാതപ്പെട്ടു പോയത്. രക്തസാക്ഷികളായിട്ടാണ് പല ശിഷ്യന്മാരും മരിച്ചത് എന്ന് മനസ്സിലാക്കുന്നതിന് കഴിയും. അതിൽ നമുക്കറിയാം, പത്രോസ് അപ്പോസ്തലനെ ക്രൂശിച്ചാണ് കൊല്ലുന്നത്. യേശുവിൻ്റെ ശിഷ്യനായ യാക്കോബിനെ ഹെരോദാവ് വാളുകൊണ്ടാണ് അദ്ദേഹത്തെ ശിരച്ഛേദം ചെയ്ത് അയാളെ കൊല്ലുന്നത്. അതോടൊപ്പം തന്നെ അന്ത്രയോസ് എന്ന വ്യക്തിയെ ക്രൂശിൽ കെട്ടിവെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഇതുപോലെ പല ശിഷ്യന്മാരും പല ദേശങ്ങളിലും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിലനിന്നത് മുഖാന്തരം അവരെല്ലാം രക്തസാക്ഷികളായി കൊല്ലപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. എങ്കിലും അവരിലൂടെ കർത്താവിൻ്റെ രക്ഷയുടെ സന്ദേശം അറിഞ്ഞ ആളുകൾ അവർ തന്നെ ആ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ലോകത്തിലെമ്പാടും ചെയ്തു. റോമാ സാമ്രാജ്യത്തിൽ നിന്നും വളരെ അധികം പീഡനങ്ങളാണ് ക്രിസ്തീയ സമൂഹം അനുഭവിക്കേണ്ടി വന്നത്. അവരെ നിരന്തരമായിട്ട് ചക്രവർത്തിമാരുടെ ആജ്ഞ മുഖാന്തരവും അവരുടെ നിയമങ്ങൾ മുഖാന്തരവും അവരെ നിഗ്രഹിക്കുകയും പീഡിപ്പിക്കുകയും അടയ്ക്കുകയും ഒക്കെ ചെയ്തു എന്ന് നമുക്ക് കാണുന്നതിന് കഴിയും. പൊതുസ്ഥലത്ത് പോലും ക്രിസ്ത്യാനികൾക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് റോമാ സാമ്രാജ്യത്തിൽ അവർ ചെയ്തതെന്ന് നമുക്കാണ്. ഏകദേശം 10ഓളം റോമൻ ചക്രവർത്തിമാർ ക്രിസ്ത്യാനികളെ നിരന്തരമായിട്ട് പീഡിപ്പിച്ചു. പക്ഷേ ഈ രക്തസാക്ഷികളുടെ രക്തം വലിയൊരു അനുഭവമായിട്ട് മാറുന്നത് പോലെ 1000ഉം 10000ഉമായിട്ട് വർദ്ധിക്കുകയാണ്. ഇവർ പീഡിപ്പിക്കും തോറും സഭ വളരുകയാണ് ചെയ്തതെന്ന് ലോകസഭാചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്നതിന് കഴിയും. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് ക്രിസ്തു മതത്തെ ഒരു ഔദ്യോഗിക മതമായിട്ട് സ്വീകരിച്ചത്. പക്ഷേ അതിനുശേഷം ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അന്യമത വിശ്വാസപരമായ ആചാരങ്ങൾ ക്രിസ്തു മതത്തിൽ കയറുന്നതിന് കാരണമായി തീർന്നു. സുവിശേഷ സത്യങ്ങൾ മനസ്സിലാക്കാതെ പ്രാചീനമായ മതത്തിൻ്റെ പല ആചാരാനുഷ്ഠാനങ്ങളും ക്രിസ്തു മതത്തിൽ കൊണ്ടുവരുന്നതിന് കാരണമായി തീർന്നു. അത് ഒരു ഇരുണ്ട കാലഘട്ടത്തിലേക്ക് സഭയെ നയിച്ചുവെന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതിനുശേഷം 1500കളിലാണ് മാർട്ടിൻ ലൂതർ ക്രിസ്തു
ക്രിസ്തുമതത്തെ ക്രിസ്തുമാർഗം ക്രിസ്തുവിൽ നിന്ന് അകന്നിരിക്കുന്നു എന്നുള്ള വസ്തുത വ്യക്തമാക്കുകയും എല്ലാവരും വേദപുസ്തകത്തിലേക്ക് മടങ്ങി വരണം, ക്രിസ്തുവിലേക്ക് മടങ്ങി വരണമെന്നുള്ള സന്ദേശം നൽകിയത് മാർട്ടിൻ ലൂഥറാണ്. അങ്ങനെയാണ് നവോത്ഥാനം ലോകത്തിൽ സംഭവിക്കുന്നത്. ഈ നവോത്ഥാനത്തിൻ്റെ ഫലമായിട്ടാണ് ക്രൈസ്തവ മിഷണറിമാർ ഭാരതത്തിലും ചൈനയിലും ആഫ്രിക്കൻ രാഷ്ട്രത്തിലും ശ്രീലങ്കയിലും മറ്റ് രാജ്യങ്ങളിലേക്ക് സുവിശേഷവുമായിട്ട് കടന്നു പോകുവാൻ ഇടയായിത്തീർന്നത്. 18-19 നൂറ്റാണ്ടുകളിൽ ഭാരതത്തിൽ വന്ന മിഷണറിമാരാണ് ഭാരതത്തെ സുവിശേഷീകരിച്ചത് എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ സെൻറ്റ് തോമസ്, യേശുവിൻ്റെ ശിഷ്യനായ തോമസ് അപ്പോസ്തലൻ കേരളത്തിൽ വന്നു എന്നുള്ളതാണ് വിശ്വാസം. അദ്ദേഹം സ്ഥാപിച്ചതായ സഭയിൽ അനേകം വിശ്വാസികളുണ്ടായിരുന്നു, ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, അങ്ങനെ ഒരു ക്രിസ്ത്യ സമൂഹം ഉണ്ടായിരുന്നു. പക്ഷേ 18 നൂറ്റാണ്ട് വരെ ഈ ക്രിസ്ത്യ സമൂഹം കേരളത്തിലോ ഭാരതത്തിലോ സുവിശേഷീകരണം നടത്തുവാനായിട്ട് താല്പര്യം കാണിച്ചില്ല. അതിൻ്റെ ഫലമായിട്ട് ക്രിസ്തുമതം വ്യാപിക്കുന്നതിന് തടസ്സമായി തീർന്നു എന്ന് അത് പല കാരണങ്ങളാവാം. ജാതി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ അധികാരികളിൽ നിന്നുള്ള തടസ്സങ്ങളാവാം. എന്നാലും 1-ാം നൂറ്റാണ്ടിൽ എത്തിയ ക്രിസ്തുമാർഗം കേരളത്തിനകത്തോ ഭാരതത്തിനകത്തോ വ്യാപിക്കുവാൻ കഴിഞ്ഞില്ല എന്ന ദുഃഖസത്യം നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ലോകത്തിൽ 1-ാം നൂറ്റാണ്ടിലോ 5-ാം നൂറ്റാണ്ടിലോ 10-ാം നൂറ്റാണ്ടിലോ ക്രിസ്തുമാർഗം എത്തിച്ചേർന്ന എല്ലാ രാജ്യങ്ങളും പിന്നത്തേൽ ക്രിസ്തീയ സ്വാധീനമുള്ള രാഷ്ട്രങ്ങളായി മാറി എന്നുള്ള സത്യവും നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നത് 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും യൂറോപ്യൻ മിഷണറിമാർ നമ്മുടെ ഭാരതത്തിൽ കടന്നു വന്നതിലൂടെയാണ്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ LMS മിഷണറിമാരാണ് ഈ തെക്കൻ തിരുവിതാംകൂറിൽ വന്ന് പ്രവർത്തിച്ചത്. ഏകദേശം നാഗർകോവിൽ മുതൽ കൊല്ലം വരെയുള്ള പ്രവർത്തന മേഖലകളിലൂടെ ലക്ഷോപലക്ഷം ജനങ്ങൾ യേശുക്രിസ്തുവിനെ അറിയുന്നവരായിട്ട് മാറി. ഇത് 3 മഹായിടവയായിട്ട് രൂപാന്തരപ്പെട്ടു. ദക്ഷിണ കേരള മഹായിടവക, കന്യാകുമാരി മഹായിടവക, കൊല്ലം കൊട്ടാരക്കര മഹായിടവക, ഇങ്ങനെ 3 മഹായിടവയായിട്ട് ഈ സുവിശേഷ പ്രവർത്തനം മാറുന്നതിനിടയായിത്തീർന്നു. CMSകാരാണ് കോട്ടയം കേന്ദ്രമാക്കി പ്രവർത്തിച്ചത്. അവിടെ ആണ് സെൻട്രൽ കേരള ഡയസിസ് രൂപപ്പെട്ടതെന്ന് നാം മനസ്സിലാക്കുക. നോർത്ത് കേരള ഡയസിസിൽ വന്നത് ബാസൽ മിഷനാണ്. അവിടെ അനേകരെ ക്രിസ്തുമാർഗത്തിലേക്ക് കൊണ്ടുവരുവാനിടയായിത്തീർന്നു. അമേരിക്കൻ മിഷൻസ് തമിഴ്നാട്ടിലാണ് പ്രവർത്തിച്ചത്. ജർമ്മൻ മിഷണറിമാർ പ്രവർത്തിച്ചു. അത് കൽക്കട്ട കേന്ദ്രമാക്കി പ്രവർത്തിച്ചു എന്ന് നമുക്ക് കാണുന്നതിന് കഴിയും. അപ്പോൾ ഈ മിഷൻ പ്രവർത്തനങ്ങളിലൂടെ അവർ ക്രിസ്തുമാർഗം ഉപദേശിക്കുക മാത്രമല്ല ചെയ്തത്, ആ ജനസമൂഹത്തിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടി, വികസനത്തിന് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ പള്ളികളും പള്ളിക്കുടങ്ങളായിരുന്നു. യൂറോപ്യൻ മിഷണറിമാർ ആരംഭിച്ചതായ എല്ലാ പള്ളികളും പള്ളിക്കുടങ്ങളായിരുന്നു. അക്ഷരവിദ്യയിലൂടെ മാത്രമേ വളരുകയുള്ളൂ, അവർക്ക് ബോധമുണ്ടാകുകയുള്ളൂ, അജ്ഞത മാറുകയുള്ളൂ, അന്ധവിശ്വാസങ്ങൾ മാറുകയുള്ളൂ എന്ന് അവർ മനസ്സിലാക്കിയതുകൊണ്ടാണ് അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ അവർ ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ആശുപത്രികൾ അവർ ആരംഭിച്ചു. അത് അനേകർക്ക് സൗജന്യമായിട്ടുള്ള ചികിത്സയ്ക്ക് കാരണമായി തീർന്നു. ഒരു കാലത്ത് ഈ മിഷണറിമാർ ആരംഭിച്ചതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോളേജുകളുമാണ് ഭാരതത്തിൻ്റെ നവീകരണത്തിന്, നവോത്ഥാനത്തിന് കാരണമായി തീർന്നത്. വിദ്യാഭ്യാസപരമായും സാഹിത്യപരമായും ശാസ്ത്രീയമായിട്ടും ഭാരതം വളരുവാൻ ഇടയായി തീർന്നത് ആദ്യകാലത്തെ മിഷണറിമാർ സ്ഥാപിച്ചതായ ഈ പള്ളിക്കൂടങ്ങളും കോളേജുകളായിരുന്നു. പറയാം, നമ്മുടെ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജാണ് കന്യാകുമാരിയിൽ ആരംഭിച്ചത്. ക്രിസ്ത്യൻ കോളേജ് മദ്രാസ്, അത് മിഷണറിമാർ ആരംഭിച്ചതാണ്. അമേരിക്കൻ മിഷൻ ബോർഡ് ആണ് അവിടെ ആരംഭിച്ചത്. വെല്ലൂർ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് അമേരിക്കൻ മിഷൻസാണ്. അതോടൊപ്പം തന്നെ ബോംബെയിൽ ആരംഭിച്ച വിൽസൺ കോളേജ്, കൽക്കട്ടയിൽ ആരംഭിച്ച സെറാംപൂർ കോളേജ്, അതോടൊപ്പം ഡൽഹിയിൽ ആരംഭിക്കപ്പെട്ടതായ അവിടുത്തെ കോളേജ്, ഈ കോളേജുകളെല്ലാം തന്നെ മിഷണറിമാർ ആരംഭിച്ചതാണ്. അപ്പോൾ ഈ നൽകിയ കോളേജ് വിദ്യാഭ്യാസമാണ് ഭാരതത്തിലെ ജനത്തെ മുഴുവനും പ്രബുദ്ധരാക്കി തീർത്തതും തുടർന്നുള്ള വിദ്യാഭ്യാസ മേഖലയിലുള്ള വളർച്ചയ്ക്കും കാരണമായി തീർന്നത്. യേശുക്രിസ്തുവിൽ അടിസ്ഥാനമിട്ടാണ് എൻ്റെ വിശ്വാസ ജീവിതം ചെറുപ്പം മുതൽ തന്നെ ഞാൻ ആരംഭിച്ചത്. ഞാൻ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് എന്നെ തന്നെ സമർപ്പിച്ചത് കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷൻ സമയത്തായിരുന്നു. അവിടെ വിദേശത്തു നിന്നൊക്കെ വന്ന ധാരാളം പ്രഗത്ഭരായ പ്രശസ്തരായ പ്രാസംഗികന്മാരുടെ പ്രസംഗം
എനിക്ക് കേൾക്കുവാനിടയായിത്തീർന്നു. അത് അങ്ങനെയുള്ള ഒരു യോഗത്തിൽ വെച്ചാണ് എൻ്റെ മാതാപിതാക്കൾ എന്നെ ദൈവവേലയ്ക്കായിട്ട് സമർപ്പിച്ചുവെങ്കിലും എന്നെ തന്നെ ഞാൻ സമർപ്പിച്ചാലേ ഈ ശുശ്രൂഷ നിർവഹിക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ എൻ്റെ കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചു. ആ സമർപ്പണ ജീവിതമാണ് എന്നെ വൈദിക ശുശ്രൂഷയിലേക്ക് നയിച്ചത്. ഞാൻ യേശു ക്രിസ്തുവിനെ മാത്രമാണ് എൻ്റെ കർത്താവായിട്ടും രക്ഷിതാവായിട്ടും സ്വീകരിച്ചിട്ടുള്ളത്. ആ കർത്താവിനെ ഘോഷിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ദൗത്യമായിരുന്നത്. എൻ്റെ പ്രസംഗങ്ങളെല്ലാം തന്നെ യേശുക്രിസ്തുവിനെക്കുറിച്ച് മാത്രമായിരുന്നു. യേശുക്രിസ്തു മാത്രമാണ് രക്ഷകൻ. യേശുക്രിസ്തു മാത്രമേ നമുക്ക് വേണ്ടി മരിച്ചിട്ടുള്ളൂ, കഷ്ടത അനുഭവിച്ചിട്ടുള്ളൂ, ക്രൂശിൽ യാഗമായി തീർന്നിട്ടുള്ളൂ. നമ്മുടെ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട്, എൻ്റെ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് യേശു ക്രൂശിൽ മരിച്ചു. അതിലൂടെയാണ് എനിക്ക് പാപമോചനവും നിത്യജീവനും ലഭ്യമായിത്തീരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയും എൻ്റെ ജീവിതത്തെ കർത്താവിനായിട്ട് സമർപ്പിക്കുകയും ആ സന്ദേശം ആവോളം ഞാൻ പ്രസംഗത്തിലൂടെയും ഈ എഴുത്തിലൂടെയും പ്രധാനമായിട്ട് ഞാൻ പ്രതിഫലിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ നോക്കി ഉള്ള ജീവിതമാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം ഏറ്റവും അനുഗ്രഹകരമായി തീരുന്നതും രക്ഷയ്ക്ക് മുഖാന്തരമായി തീരുന്നത് എന്നും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഫിലോസഫിയായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ഡിഗ്രിക്ക്. അതോടൊപ്പം തന്നെ ഞാൻ പല ലൈബ്രറികളിലും പോയി പല പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്തിരുന്നു. യേശു എന്ന വ്യക്തിത്വത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. യേശുവിനെപ്പോലുള്ള ഒരു വ്യക്തിയെ ലോകചരിത്രത്തിൽ ഒരു സ്ഥലത്ത് നിന്നും നമുക്ക് കാണാൻ കഴിയുകയില്ല. അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് അർപ്പിച്ചതിലൂടെ മനുഷ്യരാശിക്ക് ലഭിച്ചിരിക്കുന്ന വിമോചനം, രക്ഷ യേശുക്രിസ്തുവിലൂടെ നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു താല്പര്യം, ഈ പരമാവധി യേശുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള കാര്യം, യേശുവിലൂടെ നമുക്ക് ലഭിക്കുന്ന വിമോചനം, രക്ഷയെ അറിയിക്കുക എന്നുള്ളത് എൻ്റെ ഈ പുസ്തകത്തിൻ്റെ രചനയ്ക്ക് കാരണമായി തീർന്നിട്ടുണ്ട് എന്ന് പ്രധാനമായിട്ട് ഞാൻ നിങ്ങളോട് വ്യക്തമാക്കട്ടെ. പ്രത്യേകിച്ച് ഇത് എഴുതുന്ന സമയങ്ങളിൽ പലതരത്തിലുള്ളതായ പ്രയാസങ്ങൾ, ഈ രോഗത്തിൻ്റെ അനുഭവങ്ങൾ, പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒക്കെ, പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കർത്താവ് എന്നെ ധൈര്യപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ഈ പുസ്തകം എഴുതി പൂർത്തിയാക്കുവാനായിട്ട് എന്നെ സഹായിക്കുകയും ചെയ്തു. അതിന് ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നെ സഹായിച്ചത്. ദൈവത്തിൻ്റെ ആത്മാവ് നിരന്തരമായി എനിക്ക് നൽകി ഈ പുസ്തകം പൂർണ്ണമായ വിധത്തിൽ എഴുതി പൂർത്തിയാക്കുവാനായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തട്ടെ. ഈ പുസ്തകം എഴുതി പൂർത്തിയാക്കുവാൻ എന്നെ സഹായിച്ചത് എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഹായം കൊണ്ട് മാത്രമാണ്. ദൈവത്തിൻ്റെ ആത്മാവാണ് ഈ ദിവസങ്ങളിൽ എന്നെ നയിച്ചത്. വളരെയധികം പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഈ പുസ്തകരചന സമയത്ത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എങ്കിലും ഈ പുസ്തകം രചനയ്ക്ക് ഒരു തടസ്സമില്ലാതെ അത് നന്നായിട്ട് പൂർത്തിയാക്കാനും എൻ്റെ മഹായിടവക അതൊരു നല്ല പുസ്തകമായിട്ട് സ്വീകരിക്കുവാനും നമ്മെ സഹായിച്ചു. അപ്പോൾ പ്രതിസന്ധികളുടെ മധ്യത്തിലും ദൈവത്തിൻ്റെ നടത്തിപ്പ്, പ്രത്യേകിച്ച് കോവിഡിൻ്റെ കാലഘട്ടത്തിലും ഈ പുസ്തകം രചിച്ച് പൂർത്തിയാക്കുവാനായിട്ട് കഴിഞ്ഞത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യവും ദൈവാത്മാവിൻ്റെ ബലവും കൊണ്ട് തന്നെയാണ് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇത് അനേകർക്ക് പ്രയോജനമായി തീരണം. ഈ പുസ്തകം ഇത് വായിക്കുന്നവർക്ക് പ്രധാനമായിട്ടും കേരളത്തിലെ സുവിശേഷീകരണം മാത്രമല്ല, ഭാരതത്തിലെ സുവിശേഷീകരണം മാത്രമല്ല, ലോകം വ്യാപകമായി എങ്ങനെയാണ് കഴിഞ്ഞ 2000 വർഷം കൊണ്ട് എങ്ങനെയാണ് സുവിശേഷം വളർന്ന് പന്തലിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഗ്രന്ഥം സഹായിക്കുമെന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തട്ടെ. ഇത് നിങ്ങളുടെ എല്ലാവരുടെയും വായനയ്ക്കും പഠനത്തിനുമായിട്ട് ദൈവനാമത്തിൽ ഈ പുസ്തകം ഞാൻ സമർപ്പിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് ദക്ഷിണ കേരള മഹായിടവകയിലെ ജനങ്ങളുടെ വായനയ്ക്കും പഠനത്തിനും വേണ്ടിയാണ്. എന്നാൽ അതിൽ വിശാലമായിട്ടുള്ള അർത്ഥങ്ങൾ ഈ പുസ്തകത്തിനകത്ത് ഉള്ളടക്കം ചെയ്തു. എല്ലാവർക്കും പഠന വിഷയമാക്കേണ്ട കാര്യങ്ങൾ അതുകൊണ്ട് ആരും തന്നെ ഇത് ദക്ഷിണ കേരള മഹായിടവകയുടെ മാത്രം അതിനെ ഞാൻ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്.
ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് ഈ പുസ്തകം എഴുതിയത്. പക്ഷേ അവർക്ക് മാത്രമല്ല, മറ്റെല്ലാ സഭാവിഭാഗങ്ങൾക്കും എല്ലാ ക്രൈസ്തവർക്കും പ്രയോജനപ്പെടത്തക്ക വിധത്തിലാണ് ഈ പുസ്തകം ഞാൻ രചിച്ചിട്ടുള്ളത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ. എല്ലാവരും ഈ പുസ്തകം വായിച്ച് പ്രയോജനപ്പെടുത്തുക.